ഈ ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സത്യസന്ധത ബോധിപ്പിക്കുവാനുള്ളത് സ്വന്തം മനസാക്ഷിയോട് മാത്രമാണ്. ചില ബന്ധങ്ങൾ എല്ലാമാണെന്ന് നമ്മൾ കരുതും, പക്ഷെ ഒന്നുമല്ല എന്ന് കാലം തെളിയിക്കും. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമെ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും. മറ്റുള്ളവരെ സ്നേഹിക്കാൻ നാം മറന്നുപോയാൽ ജീവിതത്തിൽ നാം വെട്ടിപ്പിടിച്ച വിജയങ്ങളെല്ലാം വെറുതെയാണ്. വിജയിച്ച വ്യക്തികളെപ്പറ്റി മാത്രമല്ല, തോറ്റുപോയവരെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വിജയിക്കുവാനുള്ള മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിന് നമുക്ക് പ്രചോദനം നൽകും. പക വീട്ടേണ്ടത് പകരം ചോദിച്ചുകൊണ്ടല്ല, സ്വയം ഉയർത്തെഴുന്നേറ്റുകൊണ്ടാകണം. കാലം കൊടുക്കുന്ന മറുപടിയേക്കാൾ വലുതാകില്ല ഒരു പകരം വീട്ടലും. സ്വയം രൂപാന്തരപ്പെടാനുള്ള മനസാന്നിധ്യവും കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ആർജവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. മനുഷ്യനേക്കാൾ സ്വാർത്ഥതയുള്ള മറ്റാരുമില്ല ഈ ലോകത്ത്. അവർ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ കുറവുകൾ മറക്കുന്നു. അവർ നിങ്ങളെ വെറുക്കുമ്പോൾ നിങ്ങളുടെ നല്ല ഗുണങ്ങൾ മറക്കുന്നു. നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം മാറാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം ഇപ്പോൾ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷമാണ്. എല്ലാം വെട്ടിത്തുറന്ന് പറയുകയും എല്ലാവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ഒരു വ്യക്തിയുടെ രൂപത്തേക്കാൾ ആകർഷകമാകുന്നത് അവരുടെ സ്നേഹം, സത്യസന്ധത, ദയ, ബഹുമാനം, വിശ്വസ്തത എന്നിവയാണ്. ചേർത്തുപിടിക്കാൻ കൈകൾ തന്നെ വേണമെന്നില്ല. സ്നേഹത്തോടെ പറയുന്ന ഓരോ വാക്കും ഓരോ ചേർത്തുപിടിക്കലുകളാണ്. അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. നിങ്ങൾ ശരിയായി ജീവിതത്തെ ഗൗനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർഹമായതെല്ലാം ജീവിതം നൽകും. എത്ര ചവിട്ടിമെതിച്ചാലും ഏത് സാഹചര്യത്തിലായാലും വളരേണ്ടവ വളരുക തന്നെ ചെയ്യും. ഉള്ളിൽ അണയാതെ ഒരു കനൽ സൂക്ഷിച്ചാൽ മതി, സ്വന്തം ഉയർച്ചയ്ക്കുള്ള കനൽ. ചിലപ്പോഴൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് വാശിയാണ്. നമ്മൾ തോറ്റു കാണണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ ജയിച്ചു കാണിക്കണം എന്ന വാശി. ജീവിതത്തിൽ നിങ്ങൾ എത്രയൊക്കെ ഉയർച്ച താഴ്ചകൾ നേരിട്ടാലും നിങ്ങളുടെ ചിന്തകളായിരിക്കണം നിങ്ങളുടെ മൂലധനം. ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഇടയിലുള്ള സമയമാണ് മടി. ആ സമയത്തിൻ്റെ ദൈർഘ്യമാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്. ഒരാളെ ആദരിക്കാനുള്ള ഏറ്റവും നല്ല വഴി അയാളോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അയാളോട് തന്നെ പറയുക എന്നതാണ്. നല്ല കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കി മാത്രം സംസാരിക്കുകയും ചെയ്യുക. അതിൽ സമാധാനം ഉണ്ടാകും. ചില ഉറച്ച തീരുമാനങ്ങൾ സ്വയം എടുക്കേണ്ടുന്ന അവസരങ്ങളിൽ മാറി നിൽക്കുകയും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പലർക്കും സ്വന്തം ജീവിതം നഷ്ടമാകുന്നത്. കുറവുകൾ നോക്കി മറ്റുള്ളവരെ അവഗണിക്കുമ്പോൾ നാം ഓർക്കണം, വരും നാളുകളിൽ നമുക്കും കുറവുകൾ വന്നേക്കാം. കാരണം നാം മനുഷ്യരാണ്. ചിന്തിക്കാതെ പ്രവർത്തിക്കുക, പ്രവർത്തിക്കാതെ ചിന്തിച്ച് മാത്രം ഇരിക്കുക. ഇത് രണ്ടുമാണ് പലരുടെയും ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം.